നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. 1000 സിംഹങ്ങളുടെ കരുത്ത് ഒരുമിച്ച് ചേർന്ന മഹാശക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശത്രുക്കൾ ഭയന്നു വിറയ്ക്കുന്ന രൂപം, പക്ഷേ ഭക്തരുടെ മുന്നിൽ കരുണയായി ഒഴുകുന്ന മാതൃഹൃദയം. സാക്ഷാൽ ആദിപരാശക്തിയുടെ സൈന്യത്തെ നയിക്കുന്ന സർവ്വസൈന്യാധിപ വാരാഹിദേവി. അദൃശ്യരായ ശത്രുക്കളിൽ നിന്ന് പോലും ഭക്തരെ കാത്തുസൂക്ഷിക്കുന്ന ദേവിയുടെ അദ്ഭുത രഹസ്യം നിങ്ങൾ തീർച്ചയായും അറിയണം. സനാതനധർമ്മത്തിലെ ഏറ്റവും ശക്തവും അതേസമയം അത്യന്തം നിഗൂഢവുമായ ദേവീഭാവങ്ങളിലൊന്നാണ് വാരാഹി ദേവിയുടേത്. വെറും ഒരു ദേവസങ്കല്പമല്ല വാരാഹി ദേവി. അസുരശക്തികൾ ലോകത്തെ വിഴുങ്ങാൻ ശ്രമിക്കുമ്പോൾ ധർമ്മത്തെ സംരക്ഷിക്കാൻ അവതരിച്ച അജയ്യായ ദൈവിക പോരാളിയാണ് വാരാഹി ദേവി. പുരാണങ്ങൾ പ്രകാരം അന്ധകാസുരൻ എന്ന ക്രൂര അസുരന്റെ ഉപദ്രവം സഹിക്കാനാകാതെ ദേവന്മാർ പ്രാർത്ഥിച്ചപ്പോൾ തങ്ങളുടെ ദിവ്യശക്തികൾ സംയോജിപ്പിച്ച് അവർ 7 മഹാശക്തികളെ സൃഷ്ടിച്ചു. ബ്രഹ്മാവിൽ നിന്ന് ബ്രഹ്മാണി, മഹേശ്വരനിൽ നിന്ന് മഹേശ്വരി, മഹാവിഷ്ണുവിൽ നിന്ന് വരാഹമുഖിയായ വാരാഹി ദേവി ഉദയം ചെയ്തു. വരാഹമൂർത്തിയുടെ സ്ത്രീശക്തിയായി അവതരിച്ച ദേവിക്ക് വരാഹത്തിന്റെ മുഖവും 8 കൈകളും ദിവ്യായുധങ്ങളാൽ അലങ്കരിച്ച ഭയങ്കരവും അതിസുന്ദരവുമായ രൂപവുമായിരുന്നു ദേവിയുടേത്. ശ്രീവിദ്യാ ഉപാസനയിൽ വാരാഹി ദേവിക്ക് അതിപ്രധാനമായ സ്ഥാനമുണ്ട്. ലോകമാതാവായ ലളിതാ ത്രിപുര സുന്ദരിയുടെ പ്രധാന സർവ്വസൈന്യാധിപയാണ് ദേവി. അതിനാൽ ദേവിയെ ദണ്ഡനായിക എന്നും വിളിക്കുന്നു. ദണ്ഡാസുരനുമായിട്ടുള്ള മഹായുദ്ധത്തിൽ ലളിതാദേവിയുടെ സൈന്യത്തെ മുൻനിരയിൽ നിന്ന് നയിച്ചത് വാരാഹി ദേവിയായിരുന്നു. കിരിചക്രം എന്ന അതിശക്തമായ ദിവ്യരഥത്തിലാണ് ദേവി സഞ്ചരിക്കുന്നത്. സിംഹങ്ങൾ വലിക്കുന്ന ആ രഥം യുദ്ധഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ ശത്രുക്കളുടെ പകുതി ജീവൻ നഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം. ദേവിയുടെ ഹുങ്കാര ശബ്ദം കേട്ടാൽ 3 ലോകങ്ങളും പ്രകമ്പനം കൊള്ളുമെന്ന് പുരാണങ്ങൾ പറയുന്നു. വാരാഹി ദേവിയുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെറും യുദ്ധോപകരണങ്ങൾ മാത്രമല്ല, അവയ്ക്ക് ആഴമേറിയ ആത്മീയ അർത്ഥങ്ങളുണ്ട്. ഒരു കയ്യിൽ ദേവി ഹലായുധം അല്ലെങ്കിൽ കലപ്പ ഏന്തിയിരിക്കുന്നു. കർഷകൻ നിലം ഉഴുത് പാഴ്ചെടികൾ നീക്കി വിത്ത് വിതയ്ക്കാൻ പാകപ്പെടുത്തുന്നത് പോലെ നമ്മുടെ മനസ്സിലെ അവിദ്യയും അജ്ഞാനവും നീക്കി ജ്ഞാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ ഈ കലപ്പ ദേവിയെ സഹായിക്കുന്നു. മറ്റൊരു കയ്യിലെ ഉലയ്ക്ക നമ്മുടെ അഹങ്കാരത്തെയും ദുഷ്ടവാസനകളെയും തകർക്കാനുള്ള ശക്തിയുടെ പ്രതീകമാണ്. ശത്രുദോഷം അകറ്റാൻ വാരാഹി ദേവിയോളം ശക്തിയായ മറ്റൊരു ദേവത ഇല്ലെന്നാണ് വിശ്വാസം. നിഗൂഢമായ ശത്രുനീക്കങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ദേവി തങ്ങളുടെ ഭക്തരെ കവചം പോലെ കാക്കുന്നു. ചന്ദ്രന്റെ 5ാം തിഥിയായ പഞ്ചമിയിലാണ് വാരാഹി ദേവിയുടെ ഉപാസന ഏറ്റവും ഫലപ്രദമാകുന്നത്. അതുകൊണ്ട് തന്നെ ദേവിയെ പഞ്ചമി ദേവി എന്നും വിളിക്കുന്നു. രാത്രികാലങ്ങളിൽ വാരാഹി ദേവിയെ ഭജിക്കുന്നത് അതീവ ഫലദായകമായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും അദൃശ്യ ശത്രുക്കളെ പരാജയപ്പെടുത്താനും വാരാഹി മന്ത്രജപം ഉത്തമമാണെന്ന് ഉപാസകർ പറയുന്നു. വാരാഹി ദേവി സംരക്ഷണത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൂർണ്ണ രൂപമാണ്. ദുഷ്ടർക്ക് പേടി സ്വപ്നവും ശിക്ഷകയും ആകുന്ന ദേവി സത്യത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് കരുണാമയിയായ മാതാവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ഏതു പ്രതിസന്ധിയും ദേവിയുടെ ഒരു അനുഗ്രഹ ദൃഷ്ടിയാൽ മാറിപ്പോകുമെന്നാണ് വിശ്വാസം. ദേവിയെ ശരണം പ്രാപിക്കുന്നവരെ കൈവിടാൻ ആ അമ്മയ്ക്ക് കഴിയുകയില്ല. സർവ്വവിഘ്നങ്ങളും നീക്കി വാരാഹി ദേവി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഐതിഹ്യം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓം വാരാഹി ദേവി എന്ന് കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.